പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPM പയറ്റിയ എല്ലാ തന്ത്രങ്ങളും തിരിഞ്ഞുകൊത്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ പോളിംഗ് ദിനം വരെയുള്ള എല്ലാ നീക്കങ്ങളും പാളിച്ചകൾ മാത്രമായിരുന്നു എന്നാണ് ഇടതുമുന്നണിക്ക് ഉള്ളിലെ അടക്കം പറച്ചിൽ. നിർണായകമായ തെരഞ്ഞെടുപ്പ് ദിനത്തിലും ഇടതുമുന്നണിക്ക് അകത്തും വെല്ലുവിളി തന്നെ ഉയരുകയാണ്. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടിയായി കോടതി തീരുമാനം വന്നതാണ് ഇതിൽ ഏറ്റവും അവസാനത്തേത്. ഈ തീരുമാനം ആന്റണി രാജുവിന്റെ രാജിയിലേക്ക് നീളാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. സംഭവത്തിൽ തീർച്ചയായും ആന്റണി രാജുവിനെതിരെ കേസ് നീങ്ങുമെന്നും അദ്ദേഹം ജയിലിലേക്ക് നീങ്ങുമെന്നുമുള്ള വിമർശനങ്ങൾ വേറെയും തലപൊക്കുന്നുണ്ട്. ആന്റണി രാജു വിചാരണ നേരിടണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇന്നു മുതൽ 1 വർഷത്തിനകത്ത് വിചാരണ പൂർത്തിയാകണമെന്നാണ് നിർദ്ദേശം. ഹൈക്കോടതി നടപടികളിൽ തെറ്റില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. ജസ്റ്റിസുമാരായ CT രവികുമാർ, സഞ്ജയ് കരോൾ എന്നിവരുടെ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. തൊണ്ടിമുതൽ കേസിലെ പുനരന്വേഷണത്തിന് എതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിലെ പ്രതികൾ അടുത്ത മാസം 20-നോ അല്ലെങ്കിൽ അടുത്ത കോടതി പ്രവർത്തന ദിനത്തിലോ ഹാജരാകണം. സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ആവശ്യമെങ്കിൽ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കോടതിയുടെ പരിഗണനയിലിരുന്ന തൊണ്ടിമുതലിൽ കൃത്രിമത്വം നടത്തിയത് അതീവ ഗൗരവത്തോടെയാണ് സുപ്രീം കോടതി വിലയിരുത്തിയത്. തൊണ്ടിമുതലിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എങ്കിൽ ഉത്തരവാദി പോലീസാകാമെന്നായിരുന്നു ആന്റണി രാജുവിന്റെ വാദം. തിരുവനന്തപുരം JFC 2-ൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടിമുതലായ അടിവസ്ത്രം അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും തൊണ്ടി ക്ലർക്കായ ജോസും ചേർന്ന രൂപമാറ്റം വരുത്തിയെന്നായിരുന്നു കേസ്. ലഹരിമരുന്ന് കേസിൽ പ്രതിയായ വിദേശിയെ രക്ഷിച്ചെടുക്കാൻ തൊണ്ടിമുതലായ അടിവസ്ത്രം നെടുമങ്ങാട് കോടതിയിൽ നിന്ന് മാറ്റിയതാണ് കേസ്. ആന്റണി രാജു, ബെഞ്ച് ക്ലർക്കായ ജോസ് എന്നിവരെ പ്രതികളാക്കിക്കൊണ്ട് 1994-ലാണ് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇനി കൃത്യമായി കേസ് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമത്വം കാട്ടിയെന്നാണ് കേസ്. അടിവസ്ത്രം വിദേശിക്ക് പാകമില്ല എന്നും ഇത് വ്യാജ തൊണ്ടിയാണ് എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഈ വാദം കണക്കിലെടുത്തുകൊണ്ട് കോടതി വിദേശിയെ വെറുതെ വിടുകയും ചെയ്തു. തുടർന്ന് 1994-ൽ തൊണ്ടിമുതലിൽ കൃത്രിമത്വം കാണിച്ചുവെന്ന പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. 2006-ൽ തിരുവനന്തപുരം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ ആന്റണി രാജു, കോടതിയിലെ തൊണ്ടി സെഷൻ ക്ലർക്ക് S. ജോസ് എന്നിവരായിരുന്നു 1ഉം 2ഉം പ്രതികളായി ഉണ്ടായിരുന്നത്. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന വിദേശിയുടെ അടിവസ്ത്രം ക്ലർക്കിന്റെ സഹായത്തോടെ വാങ്ങിയ ആന്റണി രാജു അത് വെട്ടിച്ചെറുതാക്കിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായെന്ന് കുറ്റപത്രത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമത്വം, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് ആന്റണി രാജുവിനെതിരെയുള്ള കുറ്റങ്ങൾ. 2014-ൽ നെടുമങ്ങാട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കേസ് മാറ്റുകയും ചെയ്തു. അന്നു മുതൽ 22 തവണ കേസ് പരിഗണിച്ചുവെങ്കിലും പ്രതികൾ ഹാജരാകുകയോ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. തുടർന്ന് ഹൈക്കോടതി രജിസ്ട്രാർ ഇടപെടുകയും കേസ് പുനരന്വേഷിക്കാൻ 2023-ൽ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് ആന്റണി രാജു ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. തൊണ്ടിമുതൽ കേസിലെ സുപ്രീം കോടതി വിധിയിൽ എന്നാൽ ആശങ്കയില്ല എന്നാണ് ഇപ്പോൾ ആന്റണി രാജുവിന്റെ വാദം. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും അന്തിമ വിജയം തനിക്കായിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ കള്ളക്കേസ് രൂപപ്പെടുത്തിയത്. ഇന്റർപോളും CBIയും അന്വേഷിച്ച് കൊടുത്ത റിപ്പോർട്ടിൽ പ്രതികൾ വേറെയാണെന്നും വിചാരണ നേരിടാൻ ഭയമില്ല എന്നും ആന്റണി രാജു പറയുന്നുണ്ട്. നിയമപരമായ എല്ലാ സാധ്യതകളും തേടുമെന്നും CBI അന്വേഷണം ഉണ്ടാകുമെന്നും ചിലർ കരുതിയെന്നും തന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിക്കാനായിരുന്നു ചിലരുടെ ശ്രമമെന്നും പക്ഷേ അത് നടന്നില്ല എന്നും ആന്റണി രാജു വ്യക്തമാക്കി.